ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ലാസ്റ്റ് അനു നെവിനെ നോക്കിയിട്ട് നെവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു, നിന്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യമാണ്, അറപ്പ് തോന്നുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞതിനോട് എത്ര ആൾക്കാർക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് യോജിക്കാൻ പറ്റുന്നില്ല? കാരണം ആ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് അത് പറഞ്ഞതിനോട് യോജിപ്പില്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ പറഞ്ഞതിനോട് അനു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് എത്രത്തോളം അറിയാമെന്നറിയത്തില്ല, പക്ഷെ ലൈവ് ഒരു പരിധിവരെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നെവിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, നെവിൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്നും നെവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാണോ അല്ലയോ എന്നൊക്കെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഭയങ്കര ഓവറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ഓവറാണ്. സ്വന്തമായിട്ട് ഞാനൊരു എൻ്റർടൈനർ ആണെന്ന് വരുത്തി തീർത്ത് അത് ജനങ്ങളിലേക്ക് കൊണ്ടിട്ട് ഒരു ഔട്ട് കൊടുത്ത് ജനങ്ങളെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ നെവിൻ 24 മണിക്കൂറും ഞാനൊരു എൻ്റർടൈനർ ആണ്, ഞാനൊരു ഇവിടെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന് മറ്റുള്ളവരെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് വായി വരുന്നതെല്ലാം പറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നെവിനെ എനിക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ നെവിൻ ഇന്നലെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഏറ്റവും കൂടുതൽ മോഷ്ടിച്ച് കഴിക്കുന്നത് നെവിനാണ്. ഇന്നലെ ഫ്രിഡ്ജിനകത്തിരുന്ന പാല് കാണുന്നില്ല, പാലെടുത്ത് കുടിച്ചോ എന്ന് നെവിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് നെവിൻ അത് പറയുന്നില്ല. ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയാം, അതാണ് വേണ്ടുന്നത്. എടുത്തിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെന്നും പറയുക. ഇത് നൂറയും എല്ലാവരും ചോദിക്കുന്നുണ്ട്, അനുവുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട് നെവിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതൊരു ആൻസർ അല്ല. അപ്പം അത് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം നെവിനാണ് അതെടുത്ത് ചായ ഇട്ട് കുടിക്കുകയോ പാലാക്കി കുടിക്കുകയോ പച്ചപ്പാൽ കുടിക്കുകയോ ആണ് നെവിന്, അതല്ല അതിനപ്പുറം ചെയ്യുന്ന ഒരാളാണ് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പാലകത്താക്കിയിട്ടുണ്ട്. അപ്പം നൂറ് ചോദിക്കുന്നുണ്ട് നെവിൻ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഞാൻ പാലെടുക്കുന്നത്? അതല്ല, എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുമോ, എടുത്തിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ല, അവിടെ കഴിഞ്ഞു. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നെവിൻ തന്നെയാണ് എടുത്തത്, ഈമാതിരി പരിപാടിയൊക്കെ നെവിനെ കാണിക്കൂ, നെവിൻ തന്നെയാണ് എടുത്ത് കുടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ ദേഷ്യപ്പെട്ട് അനുമോളെ എടുത്ത് എന്തോ പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട് രണ്ടും കൊമ്പും വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവാണ്, എനിക്ക് നിന്റെ മുഖത്ത് നോക്കുന്ന തന്നെ ദേഷ്യമാണ്, നിന്നെ കാണുന്ന തന്നെ എനിക്ക് അറപ്പാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും നെവിൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് എന്തോ പറഞ്ഞേ, നിന്റെ ഫേസ് അല്ല എൻ്റെ ഫേസ്, നീ അത് പുറത്തു പോയി പറഞ്ഞാൽ മതി, ആ രീതിയിലുള്ള ഡയലോഗൊന്നും വാക്കുകളൊന്നും നീ ഇവിടെ വിളിക്കേണ്ട, ഇത് ബിഗ് ബോസ് ആണ്, നിനക്ക് വായി തോന്നുന്നത് എനിക്ക് എല്ലാം വിളിക്കാൻ പറ്റുമോ, എൻ്റെ ഫേസ് കാണുന്ന തന്നെ അറപ്പാണെന്നോ? അപ്പോൾ അവിടെ ഇരുന്നിട്ട് അക്ബർ സപ്പോർട്ട് ചെയ്യുന്നു. ആരാണ്? രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറാണ് അവിടെ ഇരുന്നിട്ട് പറയുന്നത്. അങ്ങനെയൊന്നും വിളിക്കില്ല അനു, അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള വാക്കുകളാണ്. പക്ഷെ ഒരാൾ അങ്ങനെയാണോ വിളിക്കുന്നത്, ഒരാൾ അങ്ങനെ മുഖത്ത് നോക്കി, അത് മോശമായിപ്പോയി കേട്ടോ. അക്ബർ അവിടെ ഇരുന്ന് പറയുകയാണ് രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വ്യക്തിയാണ് അവിടെ ഇരുന്നിട്ട് ന്യായീകരിക്കുന്നത്. ഇനി ഈ അനു വിളിച്ച ഈ അറപ്പ് തോന്നുന്നുള്ളൊരു വാക്കിന് ഞാൻ അതിനോട് യോജിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്നറിയോ? നെവിൻ ഭയങ്കര ഓവറെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ഓവറാണ്. ഇപ്പോൾ ഈ നെവിൻ്റെ ഭാഗത്തുനിന്ന്, നെവിൻ്റെ വായിൽ നിന്ന് നെവിൻ എത്ര വട്ടം ഈ അനുവിനെ ഇതിനേക്കാളും അപ്പുറം വാക്കുകൾ, പലതരത്തിലുള്ള വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുന്തവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് നെവിൻ്റെ ഭാഗം ക്ലിയർ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു അത് മോശമായിപ്പോയി, അനു അങ്ങനെ വിളിച്ചത് മോശമായിപ്പോയി എന്ന് പറയായിരുന്നു. പക്ഷേ വാ തുറന്നു കഴിഞ്ഞാൽ നിന്നെ ഭിത്തി പിടിച്ച് നിന്റെ മോന്ത തിരിച്ച് ഉരയ്ക്കും, നിന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പും, വിശപ്പാമ്പ്, വിഷമൂർക്കൻ എന്നൊക്കെ വിളിച്ചു നടക്കുന്ന ഈ നെവിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും പറ? അപ്പം അനു വിളിച്ചതിൽ തെറ്റൊന്നുമില്ല, കാരണം ഇതിനപ്പുറം നെവിൻ അനുവിനെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാലേട്ടൻ വന്നിരിക്കുന്ന എപ്പിസോഡിൽ തന്നെ എന്തൊക്കെ അനുവിനെ ലാലേട്ടൻ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയില്ലാത്തവളെ. ഇതൊക്കെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആരെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുവോടെ? അനു ആയതുകൊണ്ട്, പുള്ളിക്കാരി ആയതുകൊണ്ട് അവിടെ കേട്ടോണ്ടിരിക്കുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ സ്പോട്ടിൽ കൊടുത്തേനെ അല്ലേ? ഇന്നലെ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ ഓവറെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്ത് ഓവറാണ് നെവിൻ. ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു റെസ്പെക്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ലാലേട്ടനെ പോലും പുള്ളി റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. എണ്ണിച്ചിരിക്കുന്ന സമയത്ത് കാലെല്ലാം ചൊറിഞ്ഞ് രണ്ട് കാലും ഡാൻസ് കളിക്കുന്ന പോലെ ആക്കിയപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തോ പറ്റി നെവിൻ, ഉറുമ്പ് അടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട്.
എന്നാൽ നേരെ ചൊവ്വേ നിൽക്കും, ഉറുമ്പ് അടിക്കുന്നില്ല, പിന്നെന്തോ കാലൊക്കെ അങ്ങോട്ട് ഇട്ടാക്കി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നെവിൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പെട്ടെന്ന് ടൂണ് മാറി, പെട്ടെന്ന് ക്യാരക്ടർ മാറി. ഞാനതാ പറയുന്നത്, എനിക്ക് തോന്നുന്നു നെവിൻ ഒരു ഫേക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. റിയൽ ക്യാരക്ടർ നെവിൻ എനിക്ക് തോന്നുന്നു ആ ഒരു റിയൽ ക്യാരക്ടർ ഇന്നലെ കണ്ടതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ട്യൂണൊക്കെ മാറിയിട്ട് അതെന്താ ലാലേട്ടാ അങ്ങനൊരു ടോക്കിങ്, ഇങ്ങനൊരു സംസാരം അവിടെ വന്നു, എന്തുവാടെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അതാണ് പറഞ്ഞ നെവിൻ ഭയങ്കര ഭൂലോക ഓവറാണ് നെവിൻ. അപ്പം ഈ നെവിനെ മുഖത്ത് നോക്കി അറപ്പ് തോന്നുന്നത് പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിനപ്പുറം അനുവിനെ നെവിൻ പറഞ്ഞിട്ടുണ്ട്. അനുവിനെ മാത്രമല്ല പല ആൾക്കാരെ നെവിൻ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരെയും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ഈ നെവിൻ പെരുമാറുന്നത്. ഇപ്പം തന്നെ അനുവിൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി നെവിനെ നോമിനേറ്റ് ചെയ്ത്, അതാണ് ഇത്രയും പ്രശ്നം. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അനുവിനെ കാണുന്നതേ വെറുപ്പോടു കൂടിയാണ് പുള്ളിക്കാരൻ, മുഖത്ത് നോക്കുന്ന തന്നെ വെറുപ്പെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ 2-3 ദിവസം മുമ്പ് തന്നെ നെവിൻ തന്നെ അനുവിന് ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നത് തന്നെ എനിക്ക് അറപ്പാണ്, എനിക്ക് കാക്കിച്ച് തുപ്പാൻ തന്നെ തോന്നുന്ന, മുഖം കാണുമ്പോൾ തന്നെ കാക്കിച്ച് തുപ്പാൻ തന്നെ തോന്നുന്നു പലവട്ടം ഈ നെവിനും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല സ്പ്ലിറ്റിംഗ് കോബ്ര, എന്തൊക്കെ വാക്കുകളാണ് കുലസ്ത്രീ അല്ലേ, എന്തൊക്കെ വാക്കുകൾ ഈ നെവിനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരന് കുരു പൊട്ടി. അപ്പം പുള്ളിക്ക് മറ്റുള്ളവരെ പറയാം, മറ്റുള്ളവർ തിരിച്ചു പറയുമ്പോഴാണ് പ്രശ്നം. അപ്പം മനസ്സിലായല്ലോ, ഇതുപോലെ ആയിരിക്കും മറ്റുള്ള ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നത്. നമ്മളെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സ്പ്ലിറ്റിംഗ് കോബ്ര, വിശപ്പാമ്പ്, ഈ പറഞ്ഞിട്ടുള്ള കുലസ്ത്രീ, അല്ലെങ്കിൽ അത് ഇത് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കും വിഷമം ഉണ്ടാവും. അപ്പം ഇപ്പം നെവിന് ഫീലായി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഫീലായി. അപ്പം അതിന് കുഴപ്പമുണ്ട് അല്ലേ. അപ്പം ഇപ്പം തന്നെ ഈ നെവിന് തന്നെ ഈ അനു എന്തോരം വസ്ത്രങ്ങളാണ് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ ഒരു നന്ദി പോലും ഈ നെവിനില്ല. അനുവിനെ കാണുന്ന തന്നെ വെറുപ്പായിട്ട് കിടക്കുവാണ്. എടീ നോമിനേഷനിൽ ഇനി അങ്ങോട്ട് മത്സരം കടുക്കും. അപ്പം ഇവനെന്ത് ചെയ്യും, ഈ നെവിൻ എന്ത് ചെയ്യും? ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ നിൽക്കുമോ, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് നിൽക്കുമോ? അവിടെ ഓരോ ഗെയിമിന്റെ ഭാഗമായിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ആരെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെച്ച് ആ ഒരു ദേഷ്യവും വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുവാണ്. എന്തുവാടെ ഇതൊക്കെ? ഇവരെയൊക്കെ എങ്ങനെയാണ് ഒരു ഗെയിമർ എന്ന് വിളിക്കുന്നത്? ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ നെവിനെ സപ്പോർട്ട് ചെയ്ത് ആരാണോ എന്തോ നിർത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നെവിനൊക്കെ എന്നേ ഇറക്കി വിടാനുള്ള സമയം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ബിന്നിയെക്കാളും എത്രയോ ബെറ്റർ, ഈ നെവിനെക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു ബിന്നിയും തോന്നുന്നു കേട്ടോ. നെവിനെക്കാളും എത്രയോ ബെറ്റർ ആണ് ബിന്നി. ഇങ്ങനൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് വൈരാഗ്യം വെച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസ് വീട്ടിൽ വേറെ ആരുമില്ല കേട്ടോ. എനിക്ക് കാരണം ഞാൻ ആദ്യം കരുതി എന്തെന്നറിയോ, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ജിസയിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് വാരി വിതറി അവിടെ ഒലിപ്പിച്ച് കിടക്കുന്നത് നെവിനാണ്. ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തോ ഒരു ക്യൂട്ട്നെസ് ആണ്, എന്തോ ഒരു ആക്ഷൻ. ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഭയങ്കര എന്റർടൈനർ ആണ്, മറ്റേതാണ് മറിച്ചാന്ന് തെറ്റിദ്ധരിപ്പിക്കുക. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഒരു കാര്യവും നെവിൻ ചെയ്യുന്ന ഒരു തെറ്റും ചോദിക്കാത്തതുകൊണ്ടാണ് ഈ നെവിൻ ഓവറാക്കി കൊണ്ടുവരുന്നത്. ഓവറിന്റെ അങ്ങേയറ്റമായി കഴിഞ്ഞ് ആ രീതിയിലാണ് അവിടെ ഇരുന്നിട്ട് ഓരോ പോസ്റ്റുകൾ കാണിക്കുന്നത്. ഓരോ ലാലേട്ടന് മുമ്പിരിക്കുമ്പോൾ തന്നെ ഒരു മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്തുവാടേ സത്യം പറഞ്ഞാൽ. അപ്പൊ എന്തായാലും ഈ ഒരു ഇതിനോട് ഞാൻ അനുവിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കും. കാരണം എന്തറിയോ, ഈ നെവിൻ ഈ പറഞ്ഞിട്ടുള്ള നല്ല പുള്ളിയായിരുന്നെങ്കിൽ ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്തേനെ. കാരണം ഇതിനേക്കാളും അപ്പുറം വാക്കുകൾ നെവിൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക.